Hi Kerats and welcome back to my channel. Kerats 2026 ഇന്ത്യൻ എയർഫോഴ്സ് 02/2027 ഇൻടേക്കിൻ്റെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇന്നലെ മുതലാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ പ്രോപ്പറായിട്ട് ഫോം ഫില്ലിംഗ് ചെയ്യാം, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ മിസ്റ്റേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ്. അതേപോലെ തന്നെ എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്നുകൂടി ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഈ ഫോം ഫില്ലിംഗ് എന്ന് പറയുന്നത് തന്നെ. ഫോം ഫില്ലിങ്ങിൽ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാം എഴുതാനുള്ള അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക, പറയുന്ന കാര്യങ്ങൾ ഓരോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ കുട്ടികളെ. കാരണം നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികളും കഫേയിൽ ചെന്നിട്ടാണ് ഫോം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനെ കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ എങ്കിൽ നിങ്ങൾക്കവിടെ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അവരെടുത്ത്. അവിടെ ചിലപ്പോൾ ഏതെങ്കിലും ചേച്ചിയായിരിക്കും അല്ലെങ്കിൽ അണ്ണന്മാരായിരിക്കും. അവരെന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ അവർ എന്തെങ്കിലും ഫോം ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു കോളം കാണും, അവർക്ക് ഇഷ്ടമുള്ളത് അവിടെ അങ്ങ് ടൈപ്പ് ചെയ്യുക അവർ. അതുകൊണ്ട് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നതായിരിക്കും. ഫോർ എക്സാമ്പിളായിട്ട് ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. നിങ്ങളവിടെ എസ് എന്ന് മെൻഷൻ ചെയ്താൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് അവിടെ ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രോബ്ലം വരുന്നതായിരിക്കും. പിന്നെ സ്റ്റേജ് 2-ൽ തന്നെ നിങ്ങൾ ഔട്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് കുട്ടികളെ ഈ മിസ്റ്റേക്ക് ഒന്നും തന്നെ കാണിക്കരുത്. ആരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടുന്നത് ഓരോ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഫുൾ കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ഓഫ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ് സാന ഡിഫൻസ് അക്കാഡമിയിൽ 2026 ഇന്ത്യൻ എയർഫോഴ്സ് 02/2027 ഇൻടേക്കിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ടും പ്രോപ്പറായിട്ടും ഷെയർ ചെയ്യുന്ന ഓരോരോ പ്ലാറ്റ്ഫോം ആന ഡിഫൻസ് അക്കാഡമിയാണ്. അപ്പോൾ അതേ രീതിയിലുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. 2025 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ ആന ഡിഫൻസ് അക്കാഡമിക്ക് പറ്റിയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഞാൻ എല്ലാ കാര്യങ്ങളും പറയാൻ പോകുന്നത്. ഫോം ഫിൽ എങ്ങനെ ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നോക്കൂ കുട്ടികളെ. ഇൻടേക്കിൻ്റെ കാര്യം അറിയാമല്ലോ. 02/2027 ഇൻടേക്കിൻ്റെ അപ്ഡേറ്റ് ആണ് പറയുന്നത്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇന്നലെ മുതലാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് 26 ജൂലൈ ആണ്. നിങ്ങളുടെ കയ്യിൽ വെറും 20 ഡേയ്സ് മാത്രമാണുള്ളത്. അവസാന നിമിഷം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ സൈറ്റ് ജാമായിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഉടനെ തന്നെ ഫോം ഫില്ല് ചെയ്തിരിക്കണം എല്ലാ കുട്ടികളും. വീഡിയോ ഫുൾ കാണുക, അതനുസരിച്ച് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക. നോക്കുക കുട്ടികളെ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ ചെന്നിട്ട് CASB ഹോം CDAC എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. അതായത് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാം. ഫസ്റ്റാണ് എയർമാൻ ആൻഡ് സെക്കൻഡാണ് അഗ്നിവീർ വായു. ഇവിടെ ടോട്ടൽ നമുക്ക് എത്ര ട്രേഡിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? എയർഫോഴ്സ് XY, ബോത്ത് X ആൻഡ് Y, പിന്നെ മെഡിക്കൽ അസിസ്റ്റൻറ്റ്. കുട്ടികളെ, നിങ്ങൾ മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എയർമാൻ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതേപോലെ എയർഫോഴ്സ് XY ആൻഡ് ബോത്ത് X ആൻഡ് Y ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിന്നാണ് എല്ലാ ഫോം ഫില്ലിങ്ങും സ്റ്റാർട്ട് ആവുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഏത് ട്രേഡിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ബാക്കി ഒരു അപ്ഡേറ്റഡ് പേജ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ഈ ഒരു ക്ലിക്ക് ഹിയർ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു അപ്ഡേറ്റ് കിട്ടും. നോക്കൂ കുട്ടികളെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ വായു ഇൻഡെക്സ് 02/2027. നിങ്ങൾ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ സൈൻ അപ്പ് ചെയ്യേണ്ടി വരും. ആദ്യമായിട്ടല്ല, നിങ്ങളുടെ കയ്യിൽ യൂസർ ഐഡിയും അതേപോലെ തന്നെ പാസ്വേഡും ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സൈൻ അപ്പ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷനുണ്ട്. ഈ ഒരു ഓപ്ഷനിൽ എല്ലാ കുട്ടികളും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ നെയിം മെൻഷൻ ചെയ്യണം. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലുള്ള അതേ നെയിം തന്നെയായിരിക്കണം നിങ്ങൾ പ്രോപ്പറായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്യുക. പിന്നെ ഒന്നുകൂടെ മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്യുക. ഇമെയിൽ അഡ്രസ്സ് മെൻഷൻ ചെയ്യുക. ഇമെയിൽ അഡ്രസ്സ് ഒന്നുകൂടി നിങ്ങൾ കൺഫേം ചെയ്യണം. അതിനുശേഷം ജനറേറ്റ് OTP എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു ക്യാപ്ച കോഡ് ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ഈ ഒരു ക്യാപ്ച കോഡ് നിങ്ങൾ എൻ്റർ ചെയ്യണം. അതിനുശേഷം സബ്മിറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ കുട്ടികളെ, നിങ്ങൾക്ക് OTP ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ മൊബൈൽ നമ്പറിലും അതുപോലെ തന്നെ ഇമെയിൽ ID യിലും.
അതിനുശേഷം നിങ്ങൾ ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ആൾറെഡി നിങ്ങളുടെ ഫോണിൽ വന്ന് കാണും, അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ നെയിം കാണാൻ പറ്റും, മൊബൈൽ നമ്പർ കാണാൻ പറ്റും, പിന്നെ മൊബൈൽ നമ്പർ കാണാൻ പറ്റും, ഇമെയിൽ അഡ്രസ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം എൻ്റർ മൊബൈൽ OTP, എൻ്റർ ഇമെയിൽ OTP. അത് രണ്ടും നിങ്ങളിവിടെ എൻ്റർ ചെയ്യണം. നിങ്ങളുടെ മൊബൈൽ നമ്പറിലും വന്ന് കാണും, അതേപോലെ തന്നെ ജിമെയിലും വന്ന് കാണും. അത് രണ്ടും നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യണം. അതിനുശേഷം വാലിഡേറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ അഗ്രി എന്നൊരു ഓപ്ഷനുണ്ട്. ഈ ഒരു ബോക്സിനാണ് നിങ്ങൾ ടിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ക്യാപ്ച കോഡ് ഇവിടെ എൻ്റർ ചെയ്യണം. പിന്നെ റീവെരിഫൈ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് താഴോട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അതായത് പ്രീവിയസ് ഈ ഒരു സ്ലൈഡിൽ താഴത്തെ നമ്മൾ കാണിച്ചിട്ടില്ല, ഇത് തന്നെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്നുകൂടി കാണാൻ പറ്റുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഫുൾ അപ്ഡേറ്റഡ് പേജ്. അവിടെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അഗ്രി, അതിനുശേഷം റീവെരിഫൈ ചെയ്യുമ്പോൾ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. എന്താണ് കാൻഡിഡേച്ചർ നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ബോക്സ് കാണും, ഇതിനകത്ത് നിങ്ങൾ എന്താണ് ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഈ ഒരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് ഐ അഗ്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. കേട്ടോ കുട്ടികളെ, ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് കാണാൻ പറ്റും. അതായത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കിട്ടും, ഓക്കെ അല്ലെങ്കിൽ ക്ലോസ്. ഈ ഒരു ഓക്കെ എന്നൊരു ഓപ്ഷനിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. അതായത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെക്ക് ചെയ്തു, ആ കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓക്കെ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യു ഹാവ് രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി. അതായത് നിങ്ങളുടെ ബേസിക് അപ്ഡേഷൻ അല്ല, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നെയിം, അതേപോലെ തന്നെ നിങ്ങളുടെ മെയിൽ ID, ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഈ ഒരു ക്ലോസ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. പേഴ്സണൽ ഡീറ്റെയിൽസ്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, നമ്പർ, എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ലോഗൗട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുട്ടികളെ നിങ്ങളുടെ മെയിൽ IDയിൽ എന്താണ്, നിങ്ങളുടെ മെയിൽ IDയിൽ തന്നെ നിങ്ങളുടെ മെയിൽ IDയും കാണാൻ പറ്റും, അതേപോലെ തന്നെ ഒരു പാസ്വേഡും വന്ന് കാണും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, അത് നിങ്ങൾക്ക് അങ്ങോട്ട് ഹെൽപ്പ് ആവുന്നതായിരിക്കും. ലോഗൗട്ട് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ മെയിൽ IDയിൽ പാസ്വേഡ് വരുന്നതായിരിക്കും. ആ പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മൾ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അതെല്ലാവരും നോട്ട് ചെയ്യണം. അതിനുശേഷം ഇത് കണക്കൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ യൂസർ ID കാണാൻ പറ്റും, നിങ്ങളുടെ യൂസർ ID ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം, അതായത് നിങ്ങളുടെ മെയിൽ ID, പിന്നെ ഓൾഡ് പാസ്വേഡ്. ഈ ഓൾഡ് പാസ്വേഡ് എന്ന് പറയുന്നത് ഏതാണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ മെയിൽ IDയിൽ വന്ന ആ ഒരു പാസ്വേഡ് അത് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. അതിനുശേഷം ന്യൂ പാസ്വേഡ് നിങ്ങൾ ആഡ് ചെയ്യണം. പാസ്വേഡ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെയാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം, ANDRON@1234. അതെനിക്ക് നിങ്ങളുടെ പേരെന്താണോ അനിൽ @1234, ഇതേ രീതിയിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം കേട്ടോ. അതായത് നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ന്യൂ പാസ്വേഡ് ആഡ് ചെയ്യണം. അതിനുശേഷം ആ പാസ്വേഡ് ഒന്നുകൂടി നിങ്ങൾ ആഡ് ചെയ്യണം, കൺഫേം ന്യൂ പാസ്വേഡ്. അതിനുശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തതിനു ശേഷം ചേഞ്ച് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും, യുവർ പാസ്വേഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി, പ്ലീസ് ലോഗിൻ അഗെയിൻ. ഓക്കെ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ഏത് പാസ്വേഡാണ്? നിങ്ങളുടെ മെയിൽ IDയിൽ വന്ന സിസ്റ്റം ജനറേറ്റ് ചെയ്ത ആ ഒരു പാസ്വേഡ് ചേഞ്ച് ആയി. ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു യൂസർ IDയുമായി നിങ്ങളുടെ സ്വന്തമായിട്ട് തന്നെ ഒരു പാസ്വേഡും ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ ലോഗിൻ ചെയ്യണം. ഈ ഒരു ഓക്കെ എന്നൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെയാണ് നമ്മൾ ഇനി ഒന്നുകൂടി എന്താണ് ലോഗിൻ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ യൂസർ ID ആഡ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ന്യൂ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്താലോ അതിവിടെ നമ്മൾ ആഡ് ചെയ്യണം. അതിനുശേഷം ഈ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്താണ് സൈൻ ഇൻ ചെയ്യുന്നു. സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഗോ ടു ആപ്ലിക്കേഷൻ, ഈ ക്ലോസ് എന്നൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതേ രീതിയിലൊരു പേജ് വരും. ഇവിടെ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും കാണാൻ പറ്റും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, ആപ്ലിക്കേഷൻ നമ്പർ, എവറിത്തിങ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഗോ ടു ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ എല്ലാ ഫോം ഫില്ലിംഗ് പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അപ്ഡേറ്റ് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ താഴോട്ട് വരുമ്പോൾ ഈ 9 എന്നൊരു നമ്പർ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിങ്ങൾക്കൊരു ബോക്സ് കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും, അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ. സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ കുട്ടികളെ. ഇവിടെ മുതലാണ് നമ്മുടെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്നത്. ആദ്യം നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യുന്നത്. ഇവിടെ ഇതാണ് ഒരു ബോക്സ് വരുന്നതായിരിക്കും കേട്ടോ. അതിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റും പേഴ്സണൽ ഡീറ്റെയിൽസ്, അതാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ആ പേഴ്സണൽ ഡീറ്റെയിൽസിനകത്ത് ആപ്ലിക്കേഷൻ നമ്പർ ഓട്ടോമാറ്റിക്കലി ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും. അതിനുശേഷം ഇവിടെ എവിടെയൊക്കെയാണോ ബ്ലാങ്ക് ആയിട്ട് വരുന്നത്, ഒത്തിരി സ്ഥലങ്ങളിൽ ഓട്ടോമാറ്റിക്കലി ഡീറ്റെയിൽസ് എല്ലാം വരുന്നതായിരിക്കും. കാരണം എന്താണ്, നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ കൊടുത്ത ആ അപ്ഡേറ്റ് എല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. ഇവിടെ നെയിം, അതിനുശേഷം മദേഴ്സ് നെയിം, അതിനുശേഷം
പിന്നെ ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ട ഫാദർ നെയിം, പിന്നെ ജെൻഡർ ഇവിടെ മെൻഷൻ ചെയ്യണം. അതിനുശേഷം എൻ്റർ ജെൻഡർ യുവർ മാനുവലി, അതായത് നിങ്ങളുടെ ജെൻഡർ ഏതാണോ, മെയിൽ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ, അത് മാനുവലി നമ്മൾ ടൈപ്പ് ചെയ്യണം. മാനുവലി എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ഇവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ കുട്ടികളെ. അതിന് താഴോട്ട് വരുമ്പോൾ നെക്സ്റ്റ് പേജ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ വേർ ഡിഡ് യു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ഇന്ത്യൻ എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ്, ഈ ഇന്ത്യൻ എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ്, അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? ഈ CASB വെബ്സൈറ്റിൽ നിന്നാണെങ്കിൽ അത്, പിന്നെ യൂട്യൂബിൽ നിന്നാണെങ്കിൽ അങ്ങനെ, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണെങ്കിൽ അങ്ങനെ, അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ആരോയിൽ ടിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻ വരും, അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്യണം. മാരീഡ് അപ്ഡേറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. മാരീഡ് എങ്കിൽ മാരീഡ്, അൺമാരീഡ് എങ്കിൽ അൺമാരീഡ്. അൺമാരീഡ് ആയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ കുട്ടികളെ. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഡൊമസൈൽ ഡീറ്റെയിൽസ്. ഇവിടെ നോക്കൂ കുട്ടികളെ, 3 അപ്ഡേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, 3 ബോക്സ് കാണാൻ പറ്റും കേട്ടോ. ഈ ആദ്യത്തെ ഓപ്ഷനിലാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടുന്നത്. ഈ 2 ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ മദർ ഇന്ത്യൻ എയർഫോഴ്സിൽ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ ടിക്ക് ചെയ്യേണ്ട കോളമാണ് ഈ 2 എണ്ണം. നമ്മൾ ഏതാണ് ടിക്ക് ചെയ്യേണ്ടുന്നത്? നമ്മൾ ടിക്ക് ചെയ്യേണ്ടുന്നത് ഫസ്റ്റ് ആണ്. നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ മദർ ഇന്ത്യൻ എയർഫോഴ്സിൽ സർവീസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷനാണ് കേട്ടോ. സെലക്ട് ഡൊമസൈൽ കാറ്റഗറി, ആ ഫസ്റ്റിനെ അത് നിങ്ങൾ ടിക്ക് ചെയ്യണം. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ഡൊമസൈൽ സ്റ്റേറ്റ് മെൻഷൻ ചെയ്യണം, കേരള. അതിനുശേഷം ഡിസ്ട്രിക്ട് ഏതാണോ അത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ എന്നൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ എൻ്റർ ചെയ്ത ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളൊന്ന് വെരിഫൈഡ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ബോക്സ് കാണാൻ പറ്റും, അതിനകത്ത് നിങ്ങൾ ടിക്ക് ചെയ്യണം. നിങ്ങളുടെ നെയിം, ഫാദർ നെയിം, മദർ നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഡൊമസൈൽ കാറ്റഗറി, ഡൊമസൈൽ സ്റ്റേറ്റ്, ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണോ എന്നാണ് ഒന്നുകൂടി നിങ്ങളടുത്ത് ചോദിക്കുന്നത്. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഓരോ ബോക്സിൽ എന്താണ് ടിക്ക് ചെയ്യണം. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ അപ്ഡേറ്റ് കാണാൻ പറ്റും. നിങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ എല്ലാം സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇനി നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് അപ്ഡേറ്റഡ് കാര്യങ്ങളാണ്, അതായത് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്. നമ്മളിവിടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നോക്കൂ കുട്ടികളെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ കുറച്ച് കാര്യങ്ങൾ കട്ടായി പോയെന്ന്? അത് ഇതാണ് കേട്ടോ. ഈ കാര്യങ്ങളാണ് ആദ്യത്തെ ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസിനകത്ത് കട്ടായി പോയത്. ഇതേ രീതിയിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്ന കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഹൗസ് നമ്പർ മെൻഷൻ ചെയ്യുന്നു, സ്റ്റേറ്റ് മെൻഷൻ ചെയ്യുന്നു, തഹസിൽ, വില്ലേജ്, ടൗൺ, പിൻകോഡ്, പിന്നെ കൺട്രി, ഡിസ്ട്രിക്ട്, സബ് ഡിസ്ട്രിക്ട് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം, പോസ്റ്റ് ഓഫീസ്, നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ, ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം. പിന്നെയും താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഈസ് പെർമനൻറ്റ് അഡ്രസ് സെയിം ആസ് കറസ്പോണ്ടൻറ്റ് അഡ്രസ്, അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് തന്നെയാണോ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്? യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കോളമെല്ലാം അങ്ങ് ഫില്ലാവുന്നതായിരിക്കും. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ രണ്ടാമത്തെ ഡേറ്റ എന്താണ് സക്സസ്ഫുള്ളി സേവ് ആയിട്ടുണ്ട്. ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റഡ് പേജ് വന്നിരിക്കുകയാണ്. ഇത് മൂന്നും നമ്മളിപ്പോൾ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇൻസ്ട്രക്ഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്. ഇനി നമ്മൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് പേജ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കൂടുതലും കുട്ടികൾക്കും അറിഞ്ഞുകൂടാ. മിക്ക കുട്ടികളും ചോദിക്കാറുണ്ട്, എയർഫോഴ്സ് എക്സിനും വൈക്കും ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. എയർഫോഴ്സ് എക്സിനും വൈക്കും ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. അതായത് ആ ഒരു ട്രേഡിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. നോക്കൂ കുട്ടികൾ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നോക്കൂ കുട്ടികളെ, +2 പാസ്സായിട്ടുള്ള അത് കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം. ഇവിടെ നിങ്ങൾ ടിക്ക് ചെയ്യണം. അതിനുശേഷം ഹാവ് യു ബീൻ പാസ്ഡ് ക്ലാസ് 10 +2 ഇൻ്റർമീഡിയറ്റ് ഇക്വലൻ്റ് എക്സാം വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് ആസ് സബ്ജക്റ്റ്. അതായത് +2 നിങ്ങൾ പാസ്സായിരിക്കുന്നത് ഫിസിക്സ് ആൻഡ് മാത്സ് സബ്ജക്റ്റിലാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. കാരണം എന്താണ്? ഇവിടെ നിങ്ങൾ യെസ് എന്ന് ടിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. എന്താണ്? സ്ട്രീം അപ്ലൈയിങ് ഫോർ. അതായത് നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ +2 നിങ്ങൾ PCM പഠിച്ച ഒരു കേഡറ്റ് ആയിരിക്കണം. എന്താണ്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച കേഡറ്റ് ആയിരിക്കണം. എന്നാലും നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അതിവിടെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ യെസ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്, നേരത്തെ കാണിച്ചില്ല. ആ ഒരു പേജ് തന്നെയാണിത് കേട്ടോ കുട്ടികളെ. ആ ഒരു പേജ് തന്നെയാണ് അപ്പുറത്തെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെലക്ട് എനിവൺ ഇവിടെ ടിക്ക് ചെയ്തു 10 +2. ഇനി +2ൽ 50% അഗ്രിഗേറ്റ് ഉണ്ടോ? ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതേ കണക്ക് ചോദിക്കും. അതായത് 50% എബോവ് ഉണ്ടോ എന്ന് ചോദിക്കും. യെസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. കാരണം എന്താണ്? 50% എബോവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ചോദിച്ചേക്കുന്നത്. ആൾറെഡി നിങ്ങൾ പറഞ്ഞു +2 നിങ്ങൾ എന്താണ് പാസ്സാണെന്ന്. അപ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി നിങ്ങളടുത്ത് ചോദിച്ച് 50% ഉണ്ടോ എന്ന്. അതിനുശേഷം ചോദിച്ച് ഫിസിക്സ് മാത്സും ഉണ്ടോ? നിങ്ങൾ കൊടുത്ത് യെസ് എന്ന്.
ഇവിടെ നിങ്ങൾ എസ് എന്ന് ടിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ സയൻസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. സയൻസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ട്രീം അപ്ലൈയിങ്. ഇവിടെ നിങ്ങൾ ഈ ഒരു ടിക്കിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ കാണാൻ പറ്റും. സയൻസ് സബ്ജക്ട്, അതർ ദാൻ സയൻസ് സബ്ജക്ട്, ബോത്ത്. നിങ്ങൾ +2-ൽ PCM പഠിച്ച ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സും വൈയും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ഇതേ രീതിയിലെല്ലാം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബോത്ത് എന്നൊരു കോളം ഉണ്ട്, അത് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാവുന്നതാണ്. കേട്ടോ കുട്ടികളെ, ബോത്ത് എന്നൊരു കോളം ഉണ്ട്, അത് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾ PCM പഠിച്ച കേഡറ്റാണ്, അവിടെ നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സിലേക്ക് അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ വൈയിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. സെലക്ട് എഡ്യൂക്കേഷൻ ബോർഡ്, ഇവിടെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ബോർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കേരള കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നിങ്ങളിവിടെ നോ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫിസിക്സ് ആൻഡ് മാത്സ് നിങ്ങളുടെ സിലബസ് ആയിട്ട് +2 ഇല്ല നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആർട്സ് എന്ന് മെൻഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രീം അപ്ലൈയിങ് ആയിട്ട് ഓൺലി വൈ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം +2-ൽ നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ട് ഫിസിക്സ് മാത്സും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈയിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? 2 കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? അതിനുശേഷം താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് കാണാൻ പറ്റും. നോക്കൂ കുട്ടികളെ, സ്ട്രീം അപ്ലൈയിങ് ബോത്ത്. കാരണം എന്താണ്? +2-ൽ PCM പഠിച്ച കേഡറ്റാണ്. ഇനി എത്ര % മാർക്കുണ്ട്? 60. ഇനി പെർസെൻറ്റേജ് ആണോ, CGPA ആണോ, ഗ്രേഡ് ആണോ, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം. നമ്മുടെ കേഡറ്റ് എന്താണ്? പെർസെൻറ്റേജ് ബേസിലാണ് പഠിച്ചത്. ഓക്കെ, അതായത് പെർസെൻറ്റേജ് ബേസിലാണ് ആ മാർക്ക് ഷീറ്റ് കിട്ടിയേക്കുന്നത്. അതാണ് അപ്ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ബോർഡും ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ +2-ൽ ഓരോ സബ്ജക്റ്റിന് നിങ്ങൾ എത്ര മാർക്കാണോ നേടിയത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇംഗ്ലീഷിന് എത്ര മാർക്സാണ് നിങ്ങൾ നേടിയത്, ടോട്ടൽ എത്ര മാർക്കാണ്, പെർസെൻറ്റേജ് എത്രയാണ്. അതേപോലെ തന്നെ മാത്തമാറ്റിക്സിൽ ടോട്ടൽ മാർക്സ് പെർസെൻറ്റേജ്, ഫിസിക്സിൽ ടോട്ടൽ മാർക്സ് പെർസെൻറ്റേജ്, ബയോളജിയിൽ ടോട്ടൽ മാർക്സ് പെർസെൻറ്റേജ്. ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ അപ്ഡേറ്റ് കാണാൻ പറ്റും. ഇനി ഇവിടെ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്യണം. നോക്കൂ കുട്ടികളെ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ? യെസ് നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടെ കമ്പ്യൂട്ടർ ആ ഒരു നോളജ് ടൈപ്പ് ചോദിക്കുന്നതായിരിക്കും. ഏത് നോളജാണ് നിങ്ങൾക്കുള്ളത്, ബേസിക് ആണോ, ഇൻ്റർമീഡിയറ്റ് ആണോ, അഡ്വാൻസ്ഡ് ആണോ എന്ന്. ഇത് നിങ്ങൾ ഇവിടെ യെസ് എന്നങ്ങനെ ടിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ DV സമയത്ത്, അതായത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളെടുത്ത് ഈ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നതായിരിക്കും, നിങ്ങൾ അവിടെ റിജക്റ്റ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് മിസ്റ്റേക്ക് കാണിക്കരുത്. കഫേയിലെ സ്റ്റാഫ് ഇവിടെയാണ് കൂടുതലും മിസ്റ്റേക്ക് കാണിക്കുന്നത്. അവരെന്ത് ചെയ്യും, എല്ലാത്തിനും SS എന്ന് വെച്ച് അങ്ങ് കൊടുക്കും. ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അവസാനം അവിടെ ചെല്ലുമ്പം അവരെല്ലാ ഡോക്യുമെൻറ്റും ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും കാണത്തില്ല. അവസാനം നിങ്ങൾ എന്താണ് അവിടെ റിജക്റ്റ് ആവും. ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സ്ട്രാ സ്കില്ലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് മെൻഷൻ ചെയ്യുക. കേട്ടോ, കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക. ബാക്കി അങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങളിവിടെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടി വരും. അതുകൊണ്ട് നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇതേ രീതിയിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് വിടണം. ഡു യു ഹാവ് കമ്പ്യൂട്ടർ നോളജ്? നോ. ഹാവ് യു കംപ്ലീറ്റഡ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഹാവ് യു കംപ്ലീറ്റഡ് എഞ്ചിനീയറിംഗ്? നോ. ആർ യു പർസ്യൂയിങ് ഗ്രാജുവേഷൻ? നോ. ആർ യു പർസ്യൂയിങ് എഞ്ചിനീയറിംഗ്? നോ എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം. കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. അതിനുശേഷം ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പ്രീവിയസ് സ്ലൈഡിൽ നിങ്ങൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു അപ്ഡേറ്റ് വരുന്നത്. കേട്ടോ കുട്ടികളെ, അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത്, ഇനിയാണ് അഡീഷണൽ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അഡീഷണൽ ഡീറ്റെയിൽസിനകത്ത് നോക്കൂ കുട്ടികളെ, ഇവിടെ നിങ്ങളുടെ കുറച്ച് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതായത് നിങ്ങളുടെ ബോഡിയിൽ എവിടെയെങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. അതാണ് കറക്റ്റ് ഫസ്റ്റ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഫസ്റ്റ് ഓപ്ഷൻ അതാണ്. സെക്കൻഡ് നിങ്ങളുടെ ഹൈറ്റ്, പിന്നെ നിങ്ങളുടെ വേസ്റ്റ് സൈസ്, അതിനുശേഷം നിങ്ങളുടെ ഷൂ സൈസ്, പിന്നെ കാനഡയുടെ ചെസ്റ്റ് സൈസ്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. പിന്നെ താഴോട്ട് വരുമ്പോൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് കാര്യങ്ങളുണ്ട്. ഇവിടെയും നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കില്ലെങ്കിൽ നോ എന്ന് കൊടുക്കണം. ആർ യു ചൈൽഡ് ഓഫ് സർവിങ് റിട്ടയർഡ് ഡിസ്ചാർജ് എയർഫോഴ്സ് പേഴ്സണൽ, അതായത് നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇന്ത്യൻ എയർഫോഴ്സിൽ സർവീസ് ചെയ്യുന്നുണ്ട്, എസ് എങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഹാവ് യു ബീൻ ഡിസ്ചാർജ്ഡ് ഫ്രം ഇന്ത്യൻ ആർമി, ആർമിയിൽ നിന്ന് അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത ഒരു കേഡറ്റ് ആണോ? നോ. ഡ്രൈവിംഗ് അറിയാമോ? നോ. ഇനി വെൽഡിംഗ് റിലേറ്റഡ് വർക്ക് അറിയാമോ? നോ. ഡു യു ഹാവ് എനി ക്വാളിഫിക്കേഷൻ കാറ്ററിംഗ്? നോ. ഇനി ഇൻഫർമേഷൻ ടെക്നോളജി എന്തെങ്കിലും നോളജ് ഉണ്ടോ? നോ. അക്കൗണ്ടിംഗിൽ നോളജ് ഉണ്ടോ? നോ. ഡു യു ഹാവ് എനി അതർ സ്കിൽസ് ക്വാളിഫിക്കേഷൻ അച്ചീവ്മെന്റ്, എന്തെങ്കിലും എക്സ്ട്രാ സ്കില്ലുണ്ടോ? നോ. പിന്നെ എന്തെങ്കിലും അച്ചീവ്മെന്റ് സ്പോർട്സിൽ നേടിയിട്ടുണ്ടോ? നോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. ഇനി കാനഡയുടെ ഏതെങ്കിലും രീതിയിൽ മെഡിക്കൽ ഹിസ്റ്ററി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോ എന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരും. ഇതിന് താഴോട്ട് വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ പേജ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ നോ എന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ ലാംഗ്വേജ് നോൺ അതർ ദാൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജ് ചോദിച്ച് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയാമോ? അറിയാമെങ്കിൽ എസ്, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കണം. പ്ലേസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ്, നിങ്ങൾ എവിടെ നിന്നാണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്? കൊല്ലം. അതിനുശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതേ രീതിയിൽ അപ്ഡേറ്റ് കാണാൻ പറ്റും. താഴെ നിങ്ങൾക്ക്
ടെസ്റ്റ് സിറ്റി പ്രിഫറൻസിൻ്റെ ഒരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഇവിടെയാണ് നിങ്ങളുടെ എക്സാം സിറ്റി നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം പറയാം, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിങ്ങൾക്ക് 3 എക്സാം സിറ്റി ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ നിങ്ങൾക്ക് 5 എക്സാം സിറ്റി ചൂസ് ചെയ്യാവുന്നതാണ്. നോക്കൂ കുട്ടികളെ, ഇവിടെ നമ്മുടെ കേഡറ്റ് ചൂസ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ആണ് എക്സാം സ്റ്റേറ്റ് കേരള. ഒരു സ്റ്റേറ്റിൽ 3 എക്സാം സിറ്റി ചൂസ് ചെയ്യാം. നോക്ക്, ഫസ്റ്റ് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. 4ാമത് നമുക്ക് എക്സാം സ്റ്റേറ്റ് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മുടെ സ്റ്റേറ്റിന് നിയറസ്റ്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും സ്റ്റേറ്റിലെ സിറ്റി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കേഡറ്റ് ചൂസ് ചെയ്ത് തമിഴ്നാടാണ്, അവിടുത്തെ കോയമ്പത്തൂർ. പിന്നെ എക്സാം സ്റ്റേറ്റ് തമിഴ്നാട്, ചെന്നൈ. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും. ഇവിടെ ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റഡ് പേജ് വരും. ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ കുട്ടികളെ. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റഡ് കാര്യം തന്നെ നോക്കാം. അതായത് ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് കിട്ടുന്നതായിരിക്കും. ഇവിടെ ക്യാപ്ചർ ഫോട്ടോഗ്രാഫ്, അതായത് ലൈവ് ഫോട്ടോയാണ് ഇവിടെ നിങ്ങൾ എടുക്കേണ്ടത്. ലൈവ് ഫോട്ടോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളൊരു സ്ലേറ്റ് പിടിച്ചിരിക്കണം. അവിടെ നിങ്ങളുടെ നെയിം എഴുതിയിരിക്കണം ക്യാപിറ്റൽ ലെറ്ററിൽ. അതോടൊപ്പം തന്നെ DOP എഴുതിയിരിക്കണം. എന്താണ്? ഡേറ്റ് ഓഫ് ഫോട്ടോ, അതായത് നിങ്ങൾ ഫോട്ടോ എടുത്ത ദിവസം കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. അതും പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ടത് കേട്ടോ കുട്ടികളെ. എന്നിട്ട് വേണം ഫോട്ടോ എടുക്കണം. നെക്സ്റ്റ് ആണ് അപ്ലോഡ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പ്രോപ്പറായിട്ട് എന്താണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം. ക്യാപ്പ് ഒന്നും വെച്ച് ആരും ഫോട്ടോ എടുക്കരുത്. അതുപോലെ പ്രോപ്പറായിട്ട് ഡിസിപ്ലിനായിട്ട്, അതായത് താടിയൊന്നും വെച്ച് ആരും ഫോട്ടോ എടുക്കരുത്. ഷേവിംഗ് ഒക്കെ ചെയ്തിരിക്കണം. മുടിയൊക്കെ നല്ലപോലെ വെട്ടിയിട്ട് വേണം ഫോട്ടോ എടുക്കേണ്ടത്. ഇതൊക്കെ അവിടെ ശ്രദ്ധിക്കുന്നതായിരിക്കും. നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ആ ഒരു സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അവരവിടെ എക്സ്ട്രാ ഡോക്യുമെൻറ്റ് നിങ്ങളെ ചോദിക്കുന്നതായിരിക്കും. പിന്നെ എക്സ്ട്രാ ഡോക്യുമെൻറ്റിൽ കൂടി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പെർമിഷൻ ലഭിക്കത്തുള്ളൂ എക്സാം എഴുതാനായിട്ട്. അതുകൊണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്തതിനു ശേഷം പിന്നെ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, സ്കാൻ ചെയ്താണ് സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ്. ഇവിടെ ക്ലിക്ക് ചെയ്താണ് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഒരു വൈറ്റ് പേപ്പറിൽ പ്രോപ്പറായിട്ട് സിഗ്നേച്ചർ ചെയ്തതിനു ശേഷം അത് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം കേട്ടോ കുട്ടികളെ. നെക്സ്റ്റ് ആണ് തമ്പ് ഇംപ്രഷൻ. അതും പ്രോപ്പറായിട്ട് തന്നെ ഒരു പേപ്പറിനകത്ത് നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ ചെയ്തിട്ട് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. സിഗ്നേച്ചർ സൈസും അതേപോലെ തന്നെ തമ്പ് ഇംപ്രഷൻ സൈസും കറക്റ്റായിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈസിൽ അപ്ലോഡ് ചെയ്താലേ പ്രോപ്പറായിട്ട് സിസ്റ്റത്തിനകത്ത് അപ്ലോഡ് ആയിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് സൈസ് എല്ലാവരും ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ചോദിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതേ രീതിയിൽ ഇവിടെ നിങ്ങൾ ഈ ബോക്സിലെല്ലാം ഒന്ന് ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്തതിനു ശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യണം. പിന്നെ നിങ്ങൾ സബ്മിറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പിന്നെ വരുന്ന പേയ്മെൻറ്റ് ഓപ്ഷനാണ്. അതിനുശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം സക്സസ്ഫുള്ളി സബ്മിറ്റ് ആവുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു. വീഡിയോ കുറച്ച് ലെങ്തിയാണ്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ഒരു ഫോം ഫില്ലിങ്ങിന് തന്നെ 2 to 3 വീഡിയോസ് നമ്മൾ ഇനി ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ടല്ലോ കുട്ടികളെ. അപ്പോൾ ഇതിനകത്ത് മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ് വരെ എടുത്ത് നമ്മൾ ഡീപ്പായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സെപ്പറേറ്റ് ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോം ഫില്ലിംഗ് ബന്ധപ്പെട്ട്. ക്ലിയർ? കുട്ടികളെ 2026 ഈ ഒരു എയർഫോഴ്സ് ബാച്ചിൻ്റെ ഓൺലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്, ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ, മോക്ക് ടെസ്റ്റ്, ഫിസിക്കൽ ട്രെയിനിങ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റേജ് 2ൻ്റെയും ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. ക്ലാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രോപ്പർ സിലബസ് അനുസരിച്ച് ട്രേഡ് അനുസരിച്ച് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. എക്സിൻ്റെ ടോട്ടൽ ഫീസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വൈ, മെഡിക്കൽ അസിസ്റ്റൻറ്റ്, ഈ 3 ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ കുട്ടികളെ. അതുകൊണ്ട് ജോയിൻ ചെയ്യുക, ധൈര്യമായിട്ട് പഠിക്കുക. സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സെപ്റ്റംബർ 10 ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. സെപ്റ്റംബർ 22 എക്സാം സ്റ്റാർട്ട് ആകുന്നത്. സെപ്റ്റംബർ 10 ശേഷം പിന്നെ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ബാച്ചുകൾ ആൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട്. ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട്. എയർഫോഴ്സ് എക്സിൻ്റെയും വൈയുടെയും മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും കേട്ടോ കുട്ടികളെ. പിന്നെ ഡിഫൻസ് റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സും അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് കോളിംഗ് നമ്പർ, ഇതാണ് വാട്സപ്പ് നമ്പർ. അക്കാഡമിയിലെ കോഴ്സിൽ ജോയിൻ ചെയ്യാനാണെങ്കിലും അതായത് എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിലേക്കുള്ള ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതേപോലെയുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.